നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഗ്രൂപ്പ് ഡിൻ്റെ അപേക്ഷ തുടങ്ങാൻ പോകുന്ന കാര്യം ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. ഈ മാസം തുടങ്ങുമെന്നായിരുന്നു നമുക്ക് ലഭിച്ചിട്ടുള്ള റെയിൽവേയുടെ കലണ്ടർ പ്രകാരം നമുക്ക് ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റ് അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒഫീഷ്യൽ നോട്ടീസ് ഔട്ടായിട്ടുണ്ട്. അതിൽ പറയുന്നത് അടുത്ത മാസം തുടങ്ങുമെന്നാണ്. 32,000 ഒഴിവുകളുണ്ട്. 18 to 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഒരുപാട് പേർക്ക് വൈഡറായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് മുന്നോട്ടേക്ക് വരാനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ലെവൽ കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. നിങ്ങൾ നല്ല രീതിയിൽ ഇതിന് വേണ്ടിയുള്ള പഠനം തീർച്ചയായിട്ടും തുടങ്ങേണ്ടതായിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ഇതിനു വേണ്ടിയുള്ള പഠനമോ കാര്യങ്ങളോ തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ സൈലത്തിൽ RRB ഗ്രൂപ്പ് ഡി യാത്രാ ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ SSC RRB ഫീൽഡിൽ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരാണ് നമുക്കിവിടെ ശിക്ഷണം നൽകാനായിട്ട് വരുന്നത്. നിരവധി കേന്ദ്ര സർക്കാരിൻ്റെ പരീക്ഷകൾ എഴുതി വിജയിച്ചതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളും തരാനായിട്ട് സൈലത്തിലുള്ള അധ്യാപകർക്ക് സാധിക്കുന്നതായിരിക്കും. എനിവേ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എൻക്വയറി ചെയ്യാനുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ സപ്പോർട്ടും അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. എനിവേ, നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കൂടി കിടക്കാം. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്കുള്ള അപേക്ഷ തുടങ്ങാൻ പോകുന്ന കാര്യം മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 32,000 അടുത്ത് വേക്കൻസി ഉണ്ടാവും എന്നുള്ള കാര്യം ഒരു നോട്ടീസ് മുഖാന്തരം മുൻപേ നമുക്ക് റെയിൽവേൻ്റെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഷോർട്ട് നോട്ടീസ് കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീരിയൽ നമ്പർ എന്ന് പറയുന്നത് 08/2024 ആണ്. അപ്പോൾ 07/2024 റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. ഇത് ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്, മുൻപേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപേക്ഷ തുടങ്ങുമെന്ന്. പക്ഷേ അപേക്ഷ തുടങ്ങാൻ പോകുന്നത് ജാനുവരി 23-ാം തീയതിയാണ്. 2025 ജാനുവരി 23-നാണ് ലെവൽ 1 പേ സ്കെയിലുള്ള, അതായത് നമ്മുടെ ഗ്രൂപ്പ് ഡി മിനിമം 10ാം ക്ലാസ്, അതുപോലെ തന്നെ 10ാം ക്ലാസ് പ്ലസ് ITI, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് ആയിരിക്കും ഇതിൽ വരുന്നത്. മിനിമം 10ാം ക്ലാസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റും ഇതിലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് 23/1/2025 എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി 22/2/2025 ആയിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പേ സ്കെയിൽ സ്റ്റാർട്ടിംഗ് പേ തന്നെ 18,000 രൂപയായിരിക്കുമെന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ 18 to 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിലും ഏജിൽ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് SC ST OBCക്കെല്ലാം ലഭിക്കുന്നതായിരിക്കുമെന്ന് ഓർക്കുക. 1/7/2025 അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത്. ഏകദേശം അപ്രോക്സിമേറ്റ്ലി 32,000 ഒഴിവുകളാണ് ഉണ്ടാവുക. അതിൽ കൂടുതൽ ഉണ്ടാവും. 32,000 ശരാശരി, ഏകദേശം 32,000 ഒഴിവുകൾ ഉണ്ടാകുമെന്ന് ശ്രദ്ധിക്കുക. ദെൻ ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ആൺകുട്ടികൾക്ക് 500 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടാകുമെന്ന് പ്രത്യേകം ഓർക്കുക. അതിൽ 400 രൂപ ഫസ്റ്റ് എക്സാം നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് തിരിച്ചു കയറുന്നതായിരിക്കും. ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രം മതി, പാസ്സാവണമെന്നില്ല. ഫസ്റ്റ് എക്സാം നിങ്ങൾ തീർച്ചയായിട്ടും പാസ്സാവണം. ഒരു ഉദാഹരണം പറയുന്നതാണ്. ഫസ്റ്റ് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപയിൽ നിന്ന് 400 രൂപ തിരിച്ചു കയറും. 100 രൂപ അവിടെ പിടിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫീമെയിൽസ്, പിന്നെ അതുപോലെ നമ്മുടെ SC ST ഉദ്യോഗാർത്ഥികൾ, ഇവരൊക്കെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എക്കണോമിക്കലി ബാക്കർ സെക്ഷനൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് 250 രൂപയെ ഫീസ് വരുന്നുള്ളൂ. ആ 250 രൂപയും നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കയറുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് ഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ സൈലത്തിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്.